ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം, അവരുടെ അപ്പനായ യാക്കോബ് അവരോട്, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു. യോസേഫില്ല, ശിമിയോനില്ല, ബെന്യാമീനെയും നിങ്ങൾ കൊണ്ടുപോകും. സകലവും എനിക്ക് പ്രതികൂലം എന്ന് പറഞ്ഞു. വീണ്ടും 38-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത്, നിങ്ങൾ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും എന്ന് പറഞ്ഞു. വളരെ കഷ്ടതകളും വേദനകളും ദുഃഖങ്ങളും പേറിയ ഒരു പിതാവിന്റെ വാക്കുകളാണ് ഇവിടെ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിൽ ഒരു സമയത്ത് ബേർശേബയിൽ നിന്ന് ഹാരാനിലേക്ക് പ്രാണരക്ഷാർത്ഥം സ്വന്തം ജ്യേഷ്ഠൻ തന്നെ കൊല്ലുവാൻ ഏശാവ് വരുമ്പോൾ ഓടുന്ന യാക്കോബിനെ നമുക്കവിടെ കാണുവാൻ കഴിയും. അവിടെ താൻ കിടന്നതായ തലേണയായി വെച്ച ഒരു കല്ല് ഒക്കെ എടുത്ത് നാട്ടി ചില പ്രതിഷ്ഠകളും തീരുമാനങ്ങളും ഒക്കെ എടുക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പിന്നത്തേതിൽ താന് തന്റെ അമ്മാവന്റെ ഭവനമായ ആ ലാബാന്റെ ഭവനത്തിൽ ചെന്നെത്തുന്നതും അവിടെ ഏതാണ്ട് നീണ്ട 20 വർഷക്കാലം താൻ ലാബാനെ സേവിച്ച് പിന്നത്തേതിൽ റാഹേലും ലേയയും ആയ 2 ഭാര്യമാരും പലവിധമായ സ്വത്തുക്കളുമായി മടങ്ങി വരുമ്പോൾ താൻ ഒരു കാലത്ത് ഭയന്ന് പേടിച്ചുപോയ ഏശാവിനെ വഴിയിൽ കാണുകയും ചില സമ്മാനങ്ങളെല്ലാം കൊടുത്ത് ഏശാവിനെ സന്തോഷിപ്പിച്ചയക്കുന്നതുമൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പിതാവിനെ കാണാൻ പോയതായിട്ട് അവിടെ ഒന്നും കാണുന്നുമില്ല. യാക്കോബ് സുക്കോത്തിന് യാത്ര പുറപ്പെട്ടു. പിന്നെ താന് അവിടെ തനിക്കൊരു വീട് പണിതു. അതേപോലെ കന്നുകാലികൾക്ക് തൊഴുത്തും ഒക്കെ അവിടെ പണിയുന്നുണ്ട്. പക്ഷേ താൻ ദൈവത്തോട് നേർച്ച നേർന്നതുപോലെ ബേഥേലിലേക്ക് പോകുകയോ നേർച്ച നിവർത്തിക്കുകയോ ചെയ്തതായിട്ട് അപ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നില്ല. മക്കൾക്കും കന്നുകാലികൾക്ക് വേണ്ടി പോലും താൻ ചിന്തിച്ചപ്പോൾ ദൈവത്തോട് ചെയ്ത നേർച്ചയെ പറ്റി യാക്കോബ് മറന്നുപോകുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഇങ്ങനെയാണല്ലോ മനുഷ്യന്റെ സ്ഥിതി. കഷ്ടകാലത്തും പ്രതികൂലത്തിലും പല നേർച്ചകളും തീരുമാനങ്ങളും ഒക്കെ മനുഷ്യൻ എടുക്കാറുണ്ട്. എന്നാൽ പിന്നത്തേതിൽ അനുഗ്രഹം വരുമ്പോൾ അതെല്ലാം മറന്നു പോകുന്ന അനുഭവങ്ങൾ. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അതുകൊണ്ട് തുടർന്നുള്ള നാളുകൾ യാക്കോബിന്റെ ജീവിതത്തിൽ കഷ്ടതയും കണ്ണുനീരും തന്നെ വിടാതെ നിൽക്കുകയാണ്. തന്റെ ഏക മകള് അന്യ ജാതിക്കാർ അവളെ കൊണ്ടുപോകുന്നു. അത് മനസ്സിലാക്കിയ അവളുടെ സഹോദരന്മാരിൽ 2 പേര് അവരെ കൊല ചെയ്യുകയും കൂടാതെ ആ പട്ടണക്കാരെ ഉൾപ്പെടെ ചതിയിൽ കൊന്നുകളയുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ തുടർന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വർത്തമാനമെല്ലാം കേട്ട് യാക്കോബ് ആ പട്ടണക്കാരെല്ലാം പിന്നീട് തന്റെ നേരെ വന്ന് വലിയ ആപത്തുകൾ ഉണ്ടാക്കും എന്ന ആ ചിന്തയോടുകൂടി വളരെ ഭയപ്പെട്ട് ഇരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാലത്ത് കല്ല് തലയണയായി വെച്ച് കിടന്ന സമയത്ത് താൻ എടുത്ത ആ തീരുമാനം ബേഥേലിൽ ചെന്ന് താന് അല്ലെങ്കിൽ അവിടെ ദൈവത്തിന് യാഗപീഠം പണിയും തുടങ്ങിയ ആ തീരുമാനങ്ങളെല്ലാം താൻ മറന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ബേഥേലിൽ ചെന്ന് പാർക്ക ഏശാവിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ യാഗപീഠം ഉണ്ടാക്കുക എന്ന് യാക്കോബിനോട് കർത്താവ് യഹോവയായ ദൈവം വീണ്ടും ഇടപെടുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. യാക്കോബ് 20 വർഷം പുറകിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കുവാനായിട്ടിടയായി തീർന്നു. എത്രയോ കഷ്ടതയുടെ നടുവിൽ ദൈവം തന്നെ എത്രയോ അത്ഭുതകരമായി എത്രയോ അതിശയകരമായി നടത്തിയ വിധങ്ങൾ താൻ പുറകോട്ടിറങ്ങി ചിന്തിച്ചു. തുടർന്ന് താൻ അന്യദേവന്മാരെയും ഒക്കെ നീക്കിക്കളഞ്ഞു. അവരുടെ കാതിലെ കുണുക്കുകളും അതെല്ലാം വാങ്ങി കരുവേലകത്തിന്റെ വേരിനിടയില് കുഴിച്ചിടുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്.
വീണ്ടും താൻ അവരോടെല്ലാവരോടുമായി ബഥേലിലേക്ക് പുറപ്പെടുവാനായിട്ട് പറയുകയും റാഹേലിന്റെ മോഷണ വസ്തുവായ അപ്പന്റെ ആ വീട്ടിലെ ആ ഗ്രഹബിംബം ഉൾപ്പെടെ കരുവേലകത്തിന്റെ കീഴില് കുഴിച്ചിടുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീട് ഇങ്ങോട്ടുണ്ടായ ആ യാത്രയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് റാഹേലിന്റെ മരണം. ഓർക്കുക, ഏതാണ്ട് 14 വർഷത്തോളം താന് റാഹേലിന് വേണ്ടി കാത്തിരുന്ന് താൻ വളരെ സ്നേഹിച്ച ആ തന്റെ ഭാര്യയുടെ മരണം താന് അവിടെ നേരിടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം ഒരു കാലത്ത് താന് തന്റെ അമ്മായിയപ്പനോട് പറഞ്ഞിരുന്നു, നീ ആരുടെ പക്കില്ലെങ്കിലും നിന്റെ ദേവന്മാരുടെ ആ ഗ്രഹബിംബം കണ്ടാൽ അവൻ ജീവനോടെ ഇരിക്കരുത് എന്ന് യാക്കോബ് പറഞ്ഞതായ ഒരു സന്ദർഭമുണ്ട്. എന്നാൽ ആ സമയത്ത് റാഹേൽ ചില കൗശലത്തിൽ കൂടി രക്ഷപ്പെട്ട് അങ്ങനെ ആ ഗ്രഹബിംബം കാണാതെ പോരുന്ന അനുഭവമാണ്. എന്നാൽ ഒരിക്കൽ പറഞ്ഞ വാക്ക് അവിടെ നിവർത്തിക്കപ്പെട്ടു. ആ ഗ്രഹബിംബം ഉണ്ടായിരുന്ന റാഹേൽ വഴിമധ്യേ വെച്ച് മരണപ്പെടുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. തുടർന്ന് ആ യാക്കോബ് തന്റെ പിതാക്കന്മാർ പാർത്ത ഹെബ്രോനിൽ വന്ന് എത്തുകയാണ്. അടുത്ത പരീക്ഷണം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. താൻ വളരെ സ്നേഹിച്ച തന്റെ മകൻ യോസേഫ് തനിക്ക് നഷ്ടപ്പെടുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവന്റെ സഹോദരന്മാർ തന്നെ യോസേഫിനെ ഒരു ദുഷ്ട മൃഗം കടിച്ചു കീറി എന്ന് പറഞ്ഞ് അവന്റെ വസ്ത്രം കൊണ്ട് കാണിച്ച് ആ യാക്കോബിനെ വിശ്വസിപ്പിക്കുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ താനിങ്ങനെ ദുഃഖിച്ചും വേദനപ്പെട്ടും നീണ്ട ഏതാണ്ട് 22 വർഷമായിട്ട് ദുഃഖിച്ച് യോസേഫ് മരിച്ചുപോയി എന്ന് 22 വർഷമായി ദുഃഖിച്ചിരിക്കുമ്പോൾ ഇവിടെ കനാനിൽ വലിയ ക്ഷാമമുണ്ടാകുകയും എന്നാൽ മിസ്രയീമിൽ ധാന്യമുണ്ട് എന്ന് കേട്ട് അവിടേക്ക് തന്റെ മക്കളെ പറഞ്ഞയക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളെല്ലാം തുടർമാനമായിട്ട് നമുക്ക് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. ഒരു സമയത്ത് യാക്കോബ് തന്റെ അപ്പന്റെ മുമ്പിൽ ആൾമാറാട്ടം താൻ നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. അഥവാ ചേട്ടന്റെ ഉടുപ്പ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അപ്പനെ കബളിപ്പിച്ചു, അനുഗ്രഹം മേടിച്ചു. എങ്കില് ഇപ്പോൾ തന്റെ 10 മക്കള് ഒരുമിച്ച് ചേർന്ന് അവരുടെ അനുജന്റെ ഉടുപ്പ് കാണിച്ച് യാക്കോബിനെ കബളിപ്പിക്കുന്ന അനുഭവമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ വിതച്ചത് ആരാണെങ്കിലും കൊയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ താൻ വല്ലാതെ ദുഃഖിച്ചും ഭാരപ്പെട്ടുമൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് കൂടുകയാണ്. എന്നാൽ പിന്നീട് നമുക്കറിയാം, ഈ മക്കളെല്ലാം അവര് മിസ്രയീമിൽ ധാന്യമുണ്ട് എന്ന് കേട്ട് അവിടെ കടന്നു ചെല്ലുകയും അവിടുത്തെ ഭരണാധികാരിയെ കാണുകയും പിന്നീട് ആ ഭരണാധികാരി ആരാണ് എന്ന് അവർ തിരിച്ചറിയുകയും അത് യോസേഫാണെന്ന് തിരിച്ചറിയുകയും ഇതിനുശേഷം പല കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ഈ 11 മക്കളും ഒരുമിച്ച് അപ്പനോട് വന്ന് അവസാനം പറയുന്നതായ ഒരു വാർത്തയുണ്ട്, യോസേഫ് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ യോസേഫ് അയച്ച രഥം കണ്ട് യാക്കോബിന് വലിയ ചൈതന്യം വരികയും താൻ സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങള് പിന്നീട് യാക്കോബുമായിട്ട് മിസ്രയീമിലേക്ക് ചെല്ലുകയും യാക്കോബ് മിസ്രയീമിലെ ഫറവോനെ അനുഗ്രഹിക്കുകയും അവർക്ക് പ്രത്യേക ദേശം ഫറവോൻ വേർതിരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ തുടർന്ന് ഏതാണ്ട് 17 വർഷത്തോളം യാക്കോബ് വളരെ സന്തോഷത്തോടുകൂടെ താന് പിന്നീട് ജീവിക്കുകയും അതിനുശേഷം തന്റെ മരണം സംഭവിച്ചു. നമുക്കറിയാം, പിന്നീട് തന്നെ കനാൻ ദേശത്തേക്ക് അഥവാ അബ്രഹാമും ഇസഹാക്കും ഒക്കെ അടങ്ങിയ സ്വന്തം ദേശത്തേക്ക് തന്റെ കൊണ്ടുപോയി ശവസംസ്കാരം വളരെ ആർഭാടകരമായി നടത്തുകയും ഒക്കെ ചെയ്യുന്ന അന്നത്തെ രീതിയിൽ അതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടുന്നതായ കാര്യം ആരായിരുന്നെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവർ ചെയ്തതായ ഓരോ തെറ്റിന്റെ പരിണത ഫലങ്ങൾ അവരനുഭവിക്കേണ്ടി വരും. എന്നാൽ അത്രത്തോളം ദുഃഖത്തിലും വേദനയിലും അനുതപിക്കുമ്പോൾ ദൈവം പിന്നെയും
വിടുതൽ കൊടുത്ത് ദൈവം ഉദ്ധരിക്കുന്ന കരുണയുള്ള ദൈവം കൂടെയാണ്. അഥവാ ദുഃഖത്തോടെ തന്റെ നരയെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും, എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായ ചിന്തയോടെ ആയിരുന്ന യാക്കോബിനെ ദൈവം പിന്നത്തേതിൽ അനുഗ്രഹിക്കുന്ന വിധങ്ങളുമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ, ചില പ്രതിസന്ധികളാണ് എങ്കിൽ അതിന്റെ മൂല കാരണം, റൂട്ട് കോസ് എന്തെന്ന് നാം കണ്ടുപിടിച്ച് അതിനെ നാം ഏറ്റെടുത്ത് തിരുത്തുവാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും ദൈവം അനുഗ്രഹിക്കുന്നവനായ ദൈവമാണ്. അവൻ എന്നും നമ്മളെ ശിക്ഷിച്ച് ചവിട്ടിത്താക്കുന്ന ദൈവമല്ല. കണ്ണുനീരിനെ മറികടക്കുവാൻ കഴിയാത്ത ദൈവം കൂടി, കരുണാസമ്പന്നനായ ദൈവം കൂടിയാണ് നമ്മുടെ ദൈവമെന്ന് ഈ യാക്കോബിന്റെയും ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആ ദൈവകരങ്ങളിൽ പൂർണ്ണാശ്രയം നമുക്ക് അർപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. യാക്കോബിൻ ദൈവം ഇന്നും നമുക്കുള്ളവൻ, നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ താൻ നടത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ താൻ നടത്തിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. ആഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലും യേശാദിമ്മാനുവേൽ താൻ നടത്തിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലും യേശാദിമ്മാനുവേൽ താൻ നടത്തിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ, എല്ലാ വേദനയും അവൻ ചുമന്നതിനാൽ, അടിപ്പിണരാൽ അവൻ സൗഖ്യമാക്കി.